നമസ്കാരം, 140 ന്യൂസിലേക്ക് സ്വാഗതം. ഇറാനെതിരെ പുതിയ സൈനിക നടപടി ആലോചിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയേക്കാൾ വലിയ സൈനിക നടപടിയാണ് ആലോചിക്കുന്നതെന്നും അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാൻ ചർച്ചകളിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരു കരാറിലെത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി. അതേസമയം അമേരിക്ക ആവശ്യപ്പെട്ടാൽ ഏത് പുതിയ സൈനിക നീക്കത്തിലും ഇസ്രായേൽ വേഗത്തിൽ പങ്കാളിയാകുമെന്നും ട്രംപ് അവകാശപ്പെട്ടു. താൻ ആവശ്യപ്പെട്ടാൽ 2 മിനിറ്റിനുള്ളിൽ ഇസ്രായേൽ പങ്കുചേരും. എന്നാൽ ഒരു സൈനിക നടപടി ആരംഭിക്കാൻ അമേരിക്കയ്ക്ക് ഇസ്രായേലിന്റെ പിന്തുണ ആവശ്യമില്ലെന്ന് പറഞ്ഞ ട്രംപ് ഇസ്രായേലിന്റെ പങ്കാളിത്തം ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്നും സമ്മതിച്ചു. അമേരിക്കൻ സുപ്രീം കോടതിയിൽ നിന്ന് ഏറ്റ തിരിച്ചടിക്ക് പിന്നാലെ രാജ്യത്തിന്റെ വ്യാപാര നയങ്ങൾ കർശനമാക്കിക്കൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ ഇരട്ടയക്ക താരിഫുകൾ പ്രഖ്യാപിച്ചു. ചൈനയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള പ്രധാന വ്യാപാര പങ്കാളികളായ 60 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്കാണ് US പുതിയ തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിർബന്ധിത തൊഴിൽ ചൂഷണത്തിലൂടെ നിർമ്മിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തടയുന്നതിൽ ഈ രാജ്യങ്ങൾ പരാജയപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് നടപടി. ഇതുവഴി അമേരിക്കയുടെ ആകെ ഇറക്കുമതിയുടെ 99% പുതിയ നികുതിയുടെ പരിധിയിൽ വരും. തടവുകാരെക്കൊണ്ടോ മറ്റ് നിർബന്ധിത സാഹചര്യങ്ങളിലോ ജോലി ചെയ്യിപ്പിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളുടെ നിരോധനം അമേരിക്ക നൂറ്റാണ്ടുകളായി കർശനമായി നടപ്പിലാക്കുന്നുണ്ടെന്നും ഇനി ഞങ്ങളുടെ വ്യാപാര പങ്കാളികളും അതേ പാത പിന്തുടരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും US വ്യാപാര പ്രതിനിധി ജാമിസൺ ഗിർ വ്യക്തമാക്കി. മനുഷ്യാവകാശ ലംഘനങ്ങൾ തടയുന്നതിനും വിപണിയിലെ അനാരോഗ്യകരമായ മത്സരങ്ങൾ ഒഴിവാക്കുന്നതിനുമാണ് ഈ നടപടിയെന്നും ജാമിസൺ കൂട്ടിച്ചേർത്തു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം അറിയിച്ച സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക് നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ഡോക്ടർ ജിതേന്ദ്ര സിംഗ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ഗുരുഗ്രാമിലെ മേദാന്ത ആശുപത്രിയിൽ വച്ചാണ് സോനം വാങ്ചുക് നിരാഹാര സമരം അവസാനിപ്പിച്ചത്. നീണ്ട ചർച്ചകൾക്ക് ശേഷവും രാജ്യത്ത് ഉണ്ടായേക്കാവുന്ന അക്രമ സാധ്യതകൾ മുൻനിർത്തിയുമാണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് സോനം വാങ്ചുക് എക്സിലൂടെ അറിയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 26 ദിവസമായി സോനം വാങ്ചുക് നിരാഹാര സമരത്തിലായിരുന്നു. ഇതേ തുടർന്ന് വാങ്ചുക്കിന്റെ ശരീരഭാരം 9 കിലോയോളം കുറഞ്ഞിരുന്നു. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരമാണ് ജന്തർ മന്ദറിലെ സമരവേദിയിൽ നിന്ന് വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ആദ്യം ദില്ലിയിലെ സഫർജദ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സോനം വാങ്ചുക്കിനെ ഗുരുഗ്രാമിലെ മേദാന്ത ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന കുടുംബത്തിന്റെ ആവശ്യപ്രകാരം ദില്ലി ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നായിരുന്നു ആശുപത്രി മാറ്റം. സിക്കിമിൽ ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട മലയാളി ജിയോളജിസ്റ്റും പ്രമുഖ യൂട്യൂബറുമായ പാമ്പാടി പത്താക്കുഴി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിൽ ഗുരുതരമായ അനിശ്ചിതത്വം നിലനിൽക്കുന്നു. മൃതദേഹം സഹോദരൻ വിനീഷ് മോഹനും ഭാര്യ സംഗീത സദാനന്ദനും ചേർന്ന് തിരിച്ചറിഞ്ഞെങ്കിലും നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള വഴികളെല്ലാം തടയുകയാണെന്ന് ബന്ധുക്കൾ കണ്ണീരോടെ പറയുന്നു. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിൽ അട്ടിമറിയിൽ ഒടുവിൽ ADGP MR അജിത് കുമാറിനെതിരെ നടപടിയെടുത്ത UDF സർക്കാർ. MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഉത്തരവ്. ആഭ്യന്തരമന്ത്രിയാണ് സസ്പെൻഷൻ ശുപാർശ ചെയ്തത്. ശുപാർശ മുഖ്യമന്ത്രിയും അംഗീകരിച്ചതോടെയാണ് നടപടി ഉണ്ടായത്. അജിത് കുമാറിനെതിരായ നടപടി വൈകുന്നുവെന്ന് നേരത്തെ വിമർശനം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള തീരുമാനം വരുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി KSRTC ആരംഭിച്ച പിങ്ക് ബസ് ലേഡീസ് ഓൺലി സർവീസിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ മന്ത്രി CP ജോൺ നിർവഹിച്ചു. തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതത്വവും സൗകര്യപ്രദവുമായ യാത്ര ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സ്ത്രീകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. ടെക്നോ പാർക്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വനിതകൾക്ക് രാത്രികാല യാത്രയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി രാത്രി 8-നും 10-നും പിങ്ക് ബസ് സർവീസുകൾ നടത്തും. വൈകാതെ മറ്റു ജില്ലകളിലേക്കും പദ്ധതി വ്യാപിക്കുന്നുവെന്നും യാത്രക്കാരുടെ ആവശ്യങ്ങൾ വിലയിരുത്തി റൂട്ടുകളും സമയക്രമവും ശാസ്ത്രീയമായി നിശ്ചയിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു.
സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി മരിച്ചെന്ന പരാതിയുമായി കുടുംബം. ആലപ്പുഴ കായംകുളത്തെ സ്വകാര്യ ആശുപത്രിക്കെതിരെയാണ് കരുനാഗപ്പള്ളി സ്വദേശിനിയായ യുവതിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയത്. ഗർഭാശയമുഴ നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയക്കിടെ ഉണ്ടായ ഹൃദയാഘാതമാണ് യുവതിയുടെ മരണകാരണമെന്ന് ആശുപത്രി വിശദീകരിക്കുന്നു. കരുനാഗപ്പള്ളി സ്വദേശിനി സ്വാതി എന്ന 25-കാരിയാണ് മരിച്ചത്. വയറുവേദനയെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സ്വാതിക്ക് ഗർഭാശയമുഴയുണ്ടെന്ന് കണ്ടെത്തിയതും ശസ്ത്രക്രിയയ്ക്കായി കായംകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും. ജൂലൈ 17 രാത്രി ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായെന്ന് ആശുപത്രിയിലെ ഡോക്ടർമാർ അറിയിച്ചതായി കുടുംബം പറയുന്നു. കോഴിക്കോട് ജില്ലയിൽ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. കൊയിലാണ്ടി നഗരസഭ നടേരി സ്വദേശിയായ 49 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. രോഗി അടുത്തിടെ വീട് വിട്ട് പുറത്തെവിടെയെങ്കിലും പോയതാണോ, ജലാശയങ്ങളിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്തതായോ പ്രാഥമിക വിലയിരുത്തലിൽ വിവരം ലഭിച്ചിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കിണറിലെ വെള്ളം പരിശോധനയ്ക്കായി ശേഖരിച്ച രോഗബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. രോഗം റിപ്പോർട്ട് ചെയ്ത സ്ഥലത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ ക്ലോറിനേഷൻ നടത്തി. ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഊർജിതമാക്കിയതായി നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു. ചട്ടഞ്ചാൽ വ്യവസായ പാർക്കിലെ പ്ലാസ്റ്റിക് പൊടിക്കുന്ന ഫാക്ടറിയിൽ വൻ തീപിടുത്തം. വെള്ളിയാഴ്ച പുലർച്ചെ 5:30യോടെയാണ് സംഭവം. പ്ലാസ്റ്റിക് ഗ്രാനുൾസ് ഉണ്ടാക്കാനായി തരംതിരിക്കുന്ന ഫാക്ടറിയിലാണ് തീപിടുത്തമുണ്ടായത്. കാസർഗോഡ്, കുറ്റിക്കോല്, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീയണച്ചു. ഫാക്ടറിക്ക് അകത്തുകൂടെയാണ് ഗെയിൽ വാതക പൈപ്പ് ലൈൻ കടന്നുപോകുന്നത്. 2 മീറ്റർ ആഴത്തിലാണ് വാതക പൈപ്പ് ഉള്ളത്. തീ നിയന്ത്രണ വിധേയമാക്കിയ ശേഷം ഉദ്യോഗസ്ഥർ ഗെയിൽ വാതക പൈപ്പ് ലൈനിന്റെ മുകൾ ഭാഗത്ത് പരിശോധന നടത്തി. തീപിടുത്തത്തിൽ ആർക്കും പരിക്കില്ല. സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ പ്രിയദർശിനി സർവീസുകളിൽ ചിലയിടങ്ങളിൽ സാമ്പത്തിക വെട്ടിപ്പ്. വനിതാ യാത്രക്കാർക്കുള്ള 0 ടിക്കറ്റ് പുരുഷ യാത്രക്കാർക്കും നൽകിയെന്നാണ് വെട്ടിപ്പ്. ഇവരിൽ നിന്ന് ഈടാക്കുന്ന പണം ജീവനക്കാരുടെ പോക്കറ്റുകളിലേക്ക് പോകുന്നു. ചില സംഭവങ്ങളിൽ യാത്രക്കാർ പരാതിപ്പെട്ടതിനെ തുടർന്ന് അന്വേഷണവും നടപടിയും തുടങ്ങി. പരാതി പിൻവലിപ്പിക്കാനും രാഷ്ട്രീയ ഇടപെടലിലൂടെ ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട്. യാത്രക്കാർ ടിക്കറ്റ് ശ്രദ്ധിക്കാത്തത് മുതലെടുത്താണ് പുരുഷന്മാർക്ക് 0 വാല്യൂ ടിക്കറ്റ് നൽകുന്നത്. പിടികൂടിയ ഒരു കേസിൽ തമിഴ്നാട് സ്വദേശിയാണ് പരാതിക്കാരൻ. ആലുവ പറവൂർ റൂട്ടിൽ യാത്ര ചെയ്തിറങ്ങിയ ശേഷമാണ് തനിക്ക് ലഭിച്ചത് വനിതകൾക്കുള്ള സൗജന്യ യാത്ര ടിക്കറ്റാണെന്ന് മനസ്സിലാക്കിയത്. ഉടൻ KSRTCയുടെ ഓപ്പറേറ്റിംഗ് കൺട്രോൾ സെന്ററിലേക്ക് ഇമെയിൽ മുഖാന്തരം പരാതി നൽകി.